ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ പ്രപഞ്ചമാകെ നിറയും കരുണ ആഴിപോലഗാധം കരുണ സാഗരം പോലെ ഒഴുകും കരുണ സാഗരം പോലെ ഒഴുകും കരുണ ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ ഉന്നത കരുണ ദൈവ. തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ എൻ്റെ കരുണയുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന ആത്മാക്കളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കും. അവരുടെ മരണസമയത്ത് ഞാൻ അവർക്ക് വിധിയാളനായിരിക്കുകയില്ല, മറിച്ച് കരുണയുള്ള രക്ഷകനായിരിക്കും. ആ അവസാന മണിക്കൂറിൽ ഒരു ആത്മാവിനെ സ്വന്തമായി പ്രതിരോധിക്കാൻ എൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ജീവിതകാലം മുഴുവൻ കരുണയുടെ ഉറവയിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവ് എത്ര സന്തോഷവതിയാണ്. എന്തെന്നാൽ നീതിക്ക് അതിൻ്റെ മേലൊരവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഇതെഴുതുക. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ആഴമായി അസ്തിത്വമുള്ളതെല്ലാം എൻ്റെ കരുണയുടെ ഉള്ളറയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നന്മയിലുള്ള അവിശ്വാസം എത്ര വേദനാജനകമായി എന്നെ വ്രണപ്പെടുത്തുന്നു. അവിശ്വാസത്തിൻ്റെ പാപങ്ങൾ ഏറ്റവും കഠിനമായി എന്നെ മുറിപ്പെടുത്തുന്നു. ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ. നിന്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് വലിയ ദുഃഖത്തോടെ നീ അനുതപിച്ചപ്പോൾ നിന്നോടുള്ള കരുണയാൽ എൻ്റെ ഹൃദയം അലിഞ്ഞു. നിന്റെ പരിശുദ്ധവും പരമാർത്ഥവുമായ സ്നേഹം കണ്ട കന്യകകളുടെ ഇടയിൽ 1-ാം സ്ഥാനം ഞാൻ നിനക്ക് നൽകുന്നു. നീ എൻ്റെ പീഡാസഹനത്തിൻ്റെ മഹത്വവും ബഹുമാനവുമാണ്. ഒന്നും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ സിംഹാസനം വരെയും ഞാൻ എളിയവരെ ഉയർത്തുന്നു. എന്തെന്നാൽ ഞാനത് ആഗ്രഹിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച ആരംഭിക്കുന്നു. ഈ 9 ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും, പ്രത്യേകിച്ച് മരണസമയത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ. ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക. ഞാൻ ഈ ആത്മാക്കളെയെല്ലാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. ഈ ലോക ജീവിതത്തിലും വരും ലോകത്തിലും നീ ഇതുതന്നെ ചെയ്യും. എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല. എൻ്റെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ ശക്തിയാൽ ഈ ആത്മാക്കൾക്കു വേണ്ട കൃപകൾക്കായി ഓരോ ദിവസവും നീ എൻ്റെ പിതാവിനോട് യാചിക്കും. മഞ്ഞുപോലെ പൊഴിയും കരുണ ആകാശം പോൽ വിശാലം കരുണ മാനവഹൃദയം കവിയും കരുണ മാനവഹൃദയം കവിയും കരുണ. ഈ തിരുനാളിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പലപ്പോഴും എൻ്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വെഞ്ചരിക്കണമെന്നും പരസ്യവണക്കത്തിന് വയ്ക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇതേക്കുറിച്ചറിയണം. പരിശുദ്ധ പാപ്പയുടെ നിയോഗത്തിനായി ഒരു നവനാൾ നടത്തുക. ഞാൻ നിന്നെ പഠിപ്പിച്ച ദൈവകരുണയോടുള്ള ചെറിയ പ്രാർത്ഥന 33 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി
നവനാൾ നടത്തുക. ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും അതെന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. എന്റെ പീഡാസഹനത്തെ ഓർക്കുക. എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞപക്ഷം എന്റെ മുറിവുകളെയെങ്കിലും വിശ്വസിക്കുക. പ്രപഞ്ചമാകെ നിറയും കരുണ, ആഴിപോലെ കാണും കരുണ, സാഗരം ഞായറാഴ്ച ദൈവകാരുണ്യത്തിന്റെ തിരുനാളായി ആചരിക്കണം. എൻ്റെ ഉന്നതവും അളവറ്റതുമായ കരുണയെക്കുറിച്ച് അന്നേ ദിവസം പ്രസംഗിക്കണം. എൻ്റെ ഛായാചിത്രം പള്ളിയിൽ പരസ്യമായി പ്രതിഷ്ഠിച്ച ഈ ചിത്രത്തിലൂടെ ഞാൻ അനവധി കൃപകൾ ഈശോയുടെ അതിദാരുണമാം